വീണ്ടും വീണ്ടും പിന്തുടർന്ന് വേട്ടയാടാനാണ് BJP നേതാക്കളുടെ ശ്രമം. കേന്ദ്ര സർക്കാർ എല്ലാ രീതിയിലും അതിനു വേണ്ടിയുള്ള സ്വാധീനം ചെലുത്തുകയാണ്. രാഷ്ട്രപതിയെ കൊണ്ട് ഇദ്ദേഹത്തിന്റെ കാലാവധിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ, പ്രത്യേകിച്ചും ഇദ്ദേഹത്തിന്റെ രാജ്യസഭാ ചെയർപേഴ്സൺ എന്ന ടെനുവറിന്റെ പേരിലായിരിക്കുമല്ലോ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെ ഇദ്ദേഹത്തിന് ലൈഫ് ടൈം മുഴുവൻ കിട്ടുന്നത്. ബംഗാൾ ഗവർണറായാണ് ഇദ്ദേഹത്തിനെ BJP പ്ലേസ് ചെയ്തത്. അത് മമതാ ബാനർജിയെ നേരിടാൻ വേണ്ടി അവിടെ BJPയുടെ ഒരു ആയുധമാക്കി ഇദ്ദേഹത്തെ വെക്കുകയായിരുന്നു. ഇദ്ദേഹം അത് ഭംഗിയായി നിർവഹിച്ചു എന്ന് BJPക്ക് ബോധ്യപ്പെട്ടപ്പോഴാണ് അദ്ദേഹത്തിനെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. എന്നാൽ അവിടെ ആദ്യഘട്ടങ്ങളിലൊക്കെ വളരെ അഗ്രസീവായി പ്രതിപക്ഷ നിരയെ അനാവശ്യമായി അവരെ മുൾമുനയിൽ നിർത്താൻ വേണ്ടി, അവരെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ വരെ നടത്തി. മല്ലികാർജുൻ ഖാർഗെയും അതുപോലെ ജയറാം രമേശിനെതിരെ വ്യക്തിപരമായ ആരോപണങ്ങൾ നടത്തി അവരെ വരെ താരതമ്യം ചെയ്യപ്പെടുത്തുന്ന രീതിയിൽ വളരെ മോശമായ ഒരു രീതിയാണ് ചെയർപേഴ്സൺ എന്ന പദവി ഉപയോഗിച്ച് അദ്ദേഹം ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചത്. ഏതായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ജഗദീപ് ധൻഖർ രാജ്യസഭാ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന CP രാധാകൃഷ്ണനെതിരെയുള്ള ഏറ്റവും ശക്തമായ നീക്കമാണ് ആരംഭിച്ചിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി വിജയിക്കണം എന്ന ആവശ്യമാണ് ധൻഖർ ഉപയോഗിക്കുന്നതെങ്കിൽ ധൻഖറിന്റെ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ഫ്രീസ് ചെയ്ത് വെക്കാനും അതിൽ വലിയ രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കാനും ബോധപൂർവ്വം അമിത്ഷായും ടീമും ശ്രമിക്കുകയാണ്. റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ധൻഖറെ പരമാവധി ഉപദ്രവിക്കുക, ധൻഖർ BJPയെ കുത്തിയതിന് കൃത്യമായി മറുപടി കൊടുക്കുക. ധൻഖർ പിറകിൽ നിന്നാണ് കുത്തിയത് എന്ന് സംഘപരിവാർ പറയുന്നു. അതിന് ധൻഖറിന്റെ ചീട്ട് കീറാൻ BJPക്ക് യാതൊരു മടിയുമില്ല. BJPയാണ് ധൻഖറിന് ഈ ചുമതലകളൊക്കെ കൊടുത്തത്. അതുകൊണ്ടുള്ള ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ ധൻഖർ ഇനിമേൽ ജീവിതത്തിൽ പറ്റാൻ പാടില്ല. എന്നാൽ പെൻഷനും ആനുകൂല്യങ്ങളും ഒന്നും വേണ്ടേ വേണ്ട എന്ന് ധൻഖർ ഉറപ്പിച്ച് പറയും എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അത്തരത്തിലുള്ള ഒരു കാര്യം ചില മാധ്യമങ്ങളോട് അദ്ദേഹം തമാശ രൂപേണയെങ്കിലും പറഞ്ഞിട്ടുണ്ട് എന്നും അത് വളരെ സീരിയസ് ആയി അദ്ദേഹം ആലോചിക്കുകയാണെന്നും അത്തരത്തിലൊരു ആനുകൂല്യം നേടി ജീവിക്കേണ്ട ഗതികേട് തനിക്കില്ല എന്ന് ജഗദീപ് ധൻഖർ ഉറക്കെ പ്രഖ്യാപിക്കുന്ന രീതിയാണ്. നമുക്കറിയാം BJPയുടെ അടിമകളായി നിൽക്കുന്നവരാണ് ഉപരാഷ്ട്രപതി രാഷ്ട്രപതിയും എന്നൊക്കെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ്. രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവരാരും ഇത്രയും മോശമായ രീതിയിൽ തരം താഴ്ന്നിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നും. അത്തരത്തിലാണ് ഇപ്പോഴത്തെ ഇവരുടെയൊക്കെ നിലപാട്. ദ്രൗപദി മുർമുവിനെ ചീഫ് ജസ്റ്റിസ് കൃത്യമായി മറുപടി കൊടുത്തവരെ വീറ്റാക്കി ഇരുത്തിയതും, അതുപോലെ ജഗദീപ് ധൻഖറിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോൾ പ്രതിപക്ഷം പറയുന്ന നിലപാടുകൾ, അതായത് CP രാധാകൃഷ്ണനെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ മുൻപ് ഉപരാഷ്ട്രപതിയായിരുന്ന വ്യക്തിക്ക് സംഭവിച്ച ദുരനുഭവം ആരും മറക്കാൻ പാടില്ല. പ്രത്യേകിച്ചും BJP MP മാർ അതാണ് കൃത്യമായി ഹൈലൈറ്റ് ചെയ്ത് അവർ പറയാൻ ശ്രമിക്കുന്നത്.